ഈ ക്ലോത്തിങ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്റെ ഒരു പ്ലാനിലും ഇല്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു. ടോട്ടലായി 5 കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നൊരു ബിൽഡിംഗിലെ മെക്കാനിക്കൽ സർവീസസ് ഡിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ്, 2 ഒരു യൂട്യൂബ് ചാനൽ, 3 ഒരു അഡ്വർടൈസ്മെന്റ് ഏജൻസി, 4 റിയൽ എസ്റ്റേറ്റ്, 5 പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഇതിൽ 4 ഞാനിപ്പോൾ കറന്റ് വർക്കിംഗിലാണ്. ഇതിൽ എന്റെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി 3 കറന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫുള്ളി വർക്കിംഗിലല്ലാന്നേ ഉള്ളൂ. പിന്നെ ആ ഒരു മെക്കാനിക്കൽ സ്റ്റാർട്ടപ്പ് ഞാൻ ഡ്രോപ്പ് ചെയ്തു, വേറൊരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ 11 വർഷം മുമ്പുള്ള പ്ലാൻ ആണെന്ന് ഓർക്കണം. എന്നാൽ ഇതിലെല്ലാം കോമൺ ആയിട്ട് വേണ്ടിയിരുന്നത് നല്ല ഫണ്ടിങ്ങും മാർക്കറ്റിംഗുമാണ്. പക്ഷെ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കയ്യിൽ എവിടെന്നാ ഫണ്ട്? പിന്നെ എനിക്കറിയായിരുന്നു ഇതൊരു ഹ്യൂജ് റിസ്ക് ആണ്. ബിസിനസ് പൊളിഞ്ഞ് നഷ്ടമായി കഴിഞ്ഞാൽ എനിക്കോ എന്റെ ഫാമിലിക്കോ താങ്ങാൻ പറ്റൂല. അങ്ങനെയാണ് ഞാൻ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വെച്ച് തന്നെ അതേ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. പക്ഷെ നിങ്ങളിത് കേട്ടോ, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന എന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ അബദ്ധമാണ് ഈ ഡിസിഷൻ. അതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഏറ്റവും വലിയ അബദ്ധം സംഭവിച്ചു. ഇതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. പേജ് ഫോളോ ചെയ്ത് വെച്ചോ.